ചേന്ദമംഗലം കൂട്ടക്കൊലക്കേസിൽ പ്രതി ഋതു ജയനുമായി അന്വേഷണ സംഘത്തിന്റെ അതിവേഗ തെളിവെടുപ്പ്. നാട്ടുകാരുടെ പ്രതിഷേധ സാധ്യത കണക്കിലെടുത്ത് വെറും 5 മിനിറ്റ് കൊണ്ട് തെളിവെടുപ്പ് പൂർത്തിയാക്കി. പരിക്കേറ്റ ജിതിൻ കൊല്ലപ്പെടാത്തതിൽ തനിക്ക് നിരാശയുണ്ടെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. അറസ്റ്റിന് പിന്നാലെ കോടതിയിൽ ഹാജരാക്കിയ സമയത്ത് പ്രതി ഋതു ജയന് നേരെ നാട്ടുകാരുടെ കയ്യേറ്റ ശ്രമമുണ്ടായിരുന്നു. സമാനമായ ജനരോഷം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്താണ് തെളിവെടുപ്പ് നടപടികളും അതിവേഗത്തിൽ പൂർത്തിയാക്കിയത്. രാവിലെ 7:30യോടെ കൊലപാതകം നടന്ന വീട്ടിലും എതിർവശത്തുള്ള പ്രതിയുടെ വീട്ടിലും എത്തിച്ചായിരുന്നു 5 മിനിറ്റ് മാത്രം നീണ്ട തെളിവെടുപ്പ്. പറവൂർ മജിസ്ട്രേറ്റ് കോടതി 5 ദിവസത്തേക്കാണ് പ്രതിയെ കസ്റ്റഡിയിൽ വിട്ടിട്ടുള്ളത്. കസ്റ്റഡി കാലാവധി നാളെ അവസാനിക്കാനിരിക്കെ 3 പേരെ കൊലപ്പെടുത്തിയതിൽ തനിക്ക് കുറ്റബോധമില്ലെന്ന മൊഴിയാണ് പ്രതി ആവർത്തിക്കുന്നത്. പരിക്കേറ്റ ജിതിൻ കൊല്ലപ്പെടാത്തതിൽ തനിക്ക് നിരാശയുണ്ടെന്നും ഇയാൾ പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. കേസിൽ 1 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കി കുറ്റപത്രം സമർപ്പിക്കുമെന്ന് മുനമ്പം ഡിവൈഎസ്പി എസ് ജയകൃഷ്ണൻ. ഋതു തൻ്റെ 1-2 സുഹൃത്തുക്കളോട് ഇവരോടുള്ള വിരോധം വെളിപ്പെടുത്തിയതായിട്ടും നമുക്ക് വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. അവരെയൊക്കെ നമുക്ക് കണ്ടെത്താനും അവരുടെയൊക്കെ മൊഴി രേഖപ്പെടുത്താനും സാധിച്ചിട്ടുണ്ട്. കേസിൽ ദൃക്സാക്ഷികളായ 7ഉം 9ഉം വയസ്സുള്ള കുട്ടികളുടെ മൊഴിയും അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം രേഖപ്പെടുത്തിയിരുന്നു. മീഡിയ 1 കൊച്ചി.